പറയുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് CBCIയുടെ പ്രസിഡന്റ് അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ്. പിതാവിനെ ആദരവോടെ ക്ഷണിക്കുന്നു. സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ അഭിമന്യ തട്ടിൽ പിതാവേ, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ അഭിമന്യ ആലഞ്ചേരി പിതാവേ, ക്ലീമിസ് പിതാവേ, ഔഗ്യ തിരുമേനി, മറ്റു പിതാക്കന്മാരെ, വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ദൈവജനമേ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആദ്യമേ തന്നെ സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായി തിരഞ്ഞെടുക്കപ്പെട്ട് സ്ഥാനമേറ്റിരിക്കുന്ന റാഫേൽ തട്ടിൽ പിതാവിന് ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ, മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നവരെല്ലാവരുടെയും പേരിൽ എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരിൽ ആശംസകൾ അർപ്പിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ സീറോ മലങ്കര സഭയുടെ പേരിൽ ഇപ്പോൾ ക്ലീമിസ് പിതാവുണ്ട്, ഇൻ്റർ ചർച്ച് കൗൺസിലിന് ഔഗ്യ തിരുമേനിയുണ്ട്. ഇന്നലെ ഫിലിപ്പ് നേരി പിതാവ് പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ തന്നെ നുൻഷിയോയും പ്രത്യേകം പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ഒക്കെ പേരിൽ പ്രത്യേകം അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിന് അനുമോദനങ്ങളും ആശംസകളും ഒക്കെ അർപ്പിക്കണമെന്ന്. കളത്തിപ്പറമ്പ് പിതാവും മടക്കത്തിൽ പിതാവും ഒക്കെ ഇവിടെയുണ്ട്. കർത്താവിൻ്റെ അടുത്തേക്ക് പീലിപ്പോസ് നത്താനിയേലിനെ കൊണ്ടുവന്നപ്പോൾ യേശു അയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. തട്ടിൽ പിതാവിനെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കാരണം പുഞ്ചിരിയിൽ എല്ലാവരും വീണിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് സിനഡിൽ പങ്കെടുത്ത പിതാക്കന്മാർക്ക് എല്ലാവർക്കും വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം ദൈവജനം മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു, പിതാക്കന്മാർ പ്രാർത്ഥിക്കുകയായിരുന്നു. പിതാക്കന്മാർ വളരെ സ്വാഭാവികമായ രീതിയിൽ മറ്റു മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ ദൈവത്തിൻ്റെ ഹിതമെന്താണ്, പരിശുദ്ധാത്മാവ് ആരെയാണ് നയിക്കുന്നത് എന്നുള്ള ചിന്തയിൽ ഒരു പ്രയാസമില്ലാതെ തട്ടിൽ പിതാവിനെ തിരഞ്ഞെടുത്തു. അതാണ് ഞങ്ങളുടെ സന്തോഷവും അഭിമാനവും. തട്ടിൽ പിതാവിനെ സഹായമെത്രാനായി തിരഞ്ഞെടുത്ത് തൃശ്ശൂർ ആർച്ച് ബിഷപ്സ് ഹൗസിൽ താമസിക്കുന്ന അവസരത്തിൽ എന്നോട് ചിലർ ചോദിച്ചു, എന്താ തട്ടിലിനെ എൻ്റെ മുറിയുടെ നേരെ താഴത്താക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഇല്ല, തട്ടിലേക്ക് തന്നെയാക്കും, താഴത്ത് നിർത്തില്ല, തട്ടിലേക്ക് തന്നെയാക്കും. തൂങ്കുഴി പിതാവിൻ്റെ പുഞ്ചിരിയോടുകൂടി സംസാരത്തിൽ തൂങ്കുഴി പിതാവ് നമുക്ക് പറ്റിയ മേജർ ആർച്ച് ബിഷപ്പ് ആരാണ് എന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഈ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. പ്രവചനങ്ങൾ പൂർത്തിയാവുകയാണ് തൂങ്കുഴി പിതാവിലൂടെ ആണെങ്കിലും. സഭയുടെ പിതാവും തലവനുമായിട്ടാണ് യേശു സഭയ്ക്ക് തൻ്റെ ദൗത്യം തുടരുന്നതിന് വേണ്ടി സഭ രൂപീകരിച്ചപ്പോൾ സഭയ്ക്ക് ഒരു ഘടന കൊടുത്തു. ശിഷ്യഗണം മുഴുവനുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. പിന്നെ ലൂക്ക 9-ാമത്തെ അധ്യായത്തിൽ കാണുന്ന 72 പേരുണ്ട്, 10-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പോലെ 12 പേരുണ്ട്. പിന്നെ യേശുവിന് എക്സിക്യൂട്ടീവ് ആയിട്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരുണ്ട്. പിന്നെ പത്രോസിനെ പ്രത്യേകം തലവനായിട്ട് തിരഞ്ഞെടുത്തു. ഗാർഹിക സഭ മുതൽ സാർവത്രിക സഭ വരെ ഈ വിവിധ തലങ്ങളിൽ ഈ തലവനും പിതാവുമായിരിക്കുക. ഗാർഹിക സഭയ്ക്ക് പിതാവും തലവനുണ്ട്, അതുപോലെ തന്നെ സാർവത്രിക സഭയ്ക്കുണ്ട്. സ്വയാധികാര സഭയ്ക്ക് ഇങ്ങനെ സഭ വളർന്നു. അന്ത്യോക്യയിലും ജെറൂസലമിലും റോമിലും മറ്റു സ്ഥലങ്ങൾ വളർന്നു വന്നപ്പോൾ അങ്ങനെ 24 സ്വയാധികാര സഭകൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ഓരോ സഭയ്ക്കും രൂപതയ്ക്കും ഇടവയ്ക്കൊക്കെ പിതാവും തലവനുണ്ട്. അതിൻ്റെ ഒരു മാനദണ്ഡം എന്താണ്? യേശു ഏത് തലത്തിലുള്ള പിതാവും തലവനുമായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ മാനദണ്ഡം യേശു പറഞ്ഞ 5 വിശേഷണങ്ങളാണ്. ഇടയനും അജഗണുമാകണം, തായ്തണ്ടും ശിഖരങ്ങളുമാകണം, മൂലക്കല്ലും അതിന്മേൽ പണിയപ്പെട്ട പരിശുദ്ധാത്മാവിൽ പണിയപ്പെട്ട ഭവനമാകണം, അതുപോലെ തന്നെ ശിരസ്സും അവയവുമാകണം മണവാളിനും മണവാട്ടിക്കും ഉദാരങ്ങൾ. ഇവിടെ അഭിമന്യ പാമ്പ്ളാനി പിതാവും ക്ലീമിസ് പിതാവും ഒക്കെ സൂചിപ്പിച്ചതുപോലെ സഭയുടെ അടിസ്ഥാനവും അടിത്തറയും യേശുവുമായിട്ടുള്ള ബന്ധമാണ്. യേശുവിനെ പ്രതിനിധീകരിക്കുന്ന പിതാവും തലവനുമായിട്ടുള്ള നേതൃത്വത്തോട് കൂടിച്ചേരുമ്പോൾ മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ
മേജർ ആർച്ച് ബിഷപ്പിനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ, രൂപതാധ്യക്ഷനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ, അവിടെയാണ് സഭ സഭയായി തീരുക. ഈ അവസരത്തിൽ തട്ടിൽ പിതാവെ, ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് പറയുകയാണ്, സീറോ മലബാർ സഭാംഗങ്ങളെല്ലാവരും, ഞങ്ങളുടെ പിതാവും തലവനുമായി തിരഞ്ഞെടുക്കപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവെ, ഞങ്ങളെല്ലാവരും പിതാവിൻ്റെ കൂടെയുണ്ട്. പിതാവിൻ്റെ വിധേയത്വത്തോടു കൂടി തന്നെ സീറോ മലബാർ സഭയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ചു നിൽക്കും എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. പരസ്യമായി ഇത് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ ആലഞ്ചേരി പിതാവിനോടുള്ള നന്ദി സീറോ മലബാർ സഭാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി വിധത്തിൽ അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. പിതാവെ, വലിയ വലിയ കടപ്പാടും നന്ദിയും പരസ്യമായി ഇത്തവണ പ്രഖ്യാപിക്കുകയാണ്. ഒരു ദൗത്യം കൂടിയുണ്ട്. ഭാരത കത്തോലിക്കാ സഭയിലെ മെത്രാന്മാരുടെ സഭയുടെ പേരിൽ മാത്രമല്ല, എനിക്ക് പ്രത്യേകമായി തൃശ്ശൂർ അതിരൂപതയുടെയും പിന്നെ ബസലിക്ക ഇടവകയുടെയും, ബസലിക്കയിൽ 6 വർഷം വികാരി ആയിരുന്നുകൊണ്ട് ബസലിക്ക ഇടവകയുടെയും തട്ടിൽ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്, അവരുടെയും പേരിൽ കൂടി തൃശ്ശൂർ MP-നെ ഞാൻ കണ്ടു. തൃശ്ശൂർക്കാരുടെ മുഴുവൻ പേരിൽ പ്രത്യേകമായ വിധത്തിൽ തട്ടിൽ പിതാവെ ഞങ്ങൾക്ക് എല്ലാവരുടെയും, അപ്പോൾ ഭാരത കത്തോലിക്കാ സഭ മാത്രമല്ല, പ്രത്യേകമായി തൃശ്ശൂർ അതിരൂപതയുടെ, ബസലിക്ക ഇടവകയുടെ എല്ലാവരുടെയും പേരിൽ അനുമോദനങ്ങളും ആശംസകളും ഇത്തരുണത്തിൽ ഞാൻ നേരുന്നു. ഞങ്ങളൊക്കെ കൂടെയുണ്ട്. പിതാവിൻ്റെ പുഞ്ചിരി, കുണ്ടുകുളം പിതാവിൽ നിന്ന് പട്ടം തന്ന കുണ്ടുകുളം പിതാവിൽ നിന്ന് കൈമുതലായി കിട്ടിയ വലിയ പ്രസംഗിക്കാനുള്ള കഴിവ്, ധ്യാനിപ്പിക്കാനുള്ള കഴിവ്, അതോടൊപ്പം തന്നെ സംഘടിപ്പിക്കാനുള്ള കഴിവ്, അതൊക്കെ തൂങ്കുഴി പിതാവിന് കിട്ടിയ സൗമ്യതയുടെ, അതുപോലെ തന്നെ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ എല്ലാവരുടെയും ആ തൃശ്ശൂർ ഭാഷയടക്കം അത് കളയണ്ട, തൃശ്ശൂർക്കാരുടെ എല്ലാവരുടെയും ആ പ്രത്യേകതയടക്കം അത് സാർവത്രിക സഭയ്ക്ക് മുതൽക്കൂട്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, റാഫേലിനെ കുറിച്ച് പാമ്പ്ലാനി പിതാവ് പറഞ്ഞു, ദൈവം സുഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഉറപ്പാണ് പിതാവേ, സീറോ മലബാർ സഭയ്ക്ക് പ്രതിസന്ധികളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സൗമ്യനായ, എല്ലാവർക്കും എല്ലാമായ കുണ്ടുകുളം പിതാവിൻ്റെ ശൈലിയാണ്, എല്ലാവർക്കും എല്ലാമായി. അതുപോലെ തന്നെ ആ ശൈലി, കുണ്ടുകുളം പിതാവിൻ്റെ ശൈലി കുറെ കിട്ടിയിട്ടുള്ള തട്ടിൽ പിതാവേ, പിതാവിന് എല്ലാ ആശംസകളോടെ ഞങ്ങളൊക്കെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.